here we are. Philippians chapter 3 verse 11. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 11-ാം വാക്യം. This is Paul's desire. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. If you are following English Bible, you should read verse 10. If you are following Malayalam Bible, you should read 11. ഇംഗ്ലീഷ് ബൈബിൾ വായിക്കുകയാണെങ്കിൽ 10-ാം വാക്യം വായിക്കുക. മലയാളം ബൈബിൾ ആണെങ്കിൽ 11-ാം വാക്യം വായിക്കുക. I am reading from verse 10 in English version, King James version. Philippians chapter 3 verse 10. That I may know him, that the power of his resurrection and the fellowship of his suffering, and being made conformable unto his death. അവനെ അറിയേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവനെ അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും. So this is again Paul's deepest desire, that he wants to know the power of his resurrection. പൗലോസിന്റെ ഹൃദയത്തിലെ ആഴമായ ആഗ്രഹമായിരുന്നു എനിക്ക് ആ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ പറ്റി അറിയണമെന്നുള്ളത്. The power of his resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. If you ask me what is the maximum power we can receive today, I will give you a beautiful example. This is the maximum power we can receive today, the power of resurrection. നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എത്രത്തോളം പരിധിയിൽ നമുക്ക് ഈ ശക്തി പ്രാപിക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഏറ്റവും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്ന ശക്തി എന്ന് പറയുന്നത് ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. Where is the maximum limit of the power where we can receive today? This is revealed here. This is the maximum power we can receive today, the power of resurrection. നമുക്ക് എത്രത്തോളം പ്രാപിക്കാൻ കഴിയുന്നത്ര ശക്തിയുണ്ട് എന്ന് വെച്ചാൽ ഈ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ് ഇതിന്റെ ഏറ്റവും മാക്സിമം ശക്തി. The most powerful thing which happened in this world, that was nothing but the resurrection of Jesus. ഈ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും മഹത്തായ ശക്തിയുള്ള കാര്യം എന്ന് പറയുന്നത് അത് യേശുവിന്റെ പുനരുത്ഥാനമായിരുന്നു. Even I don't think when God created sun, moon, stars on this planet, he never used this much power, but this power is unique because there is no other place this much power is revealed in the Bible. ഞാൻ വിചാരിക്കുന്നില്ല ദൈവം ആകാശവും ഭൂമിയും ഒക്കെ സൃഷ്ടിച്ചപ്പോൾ ഇത്രമാത്രം ശക്തി ഉപയോഗിച്ചത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം ഏറ്റവും ഭയങ്കര ശക്തി ഉപയോഗിച്ചത് യേശുവിന്റെ പുനരുത്ഥാനത്തിലായിരുന്നു. This is the most powerful thing. ഏറ്റവും ശക്തിയുള്ള കാര്യം ഈ പുനരുത്ഥാന ശക്തിയാണ്. The resurrection of Jesus. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. The resurrection of Jesus. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനം. That's why Paul, like a wonderful apostle, is behind this so many years. അതുകൊണ്ടാണ് വർഷങ്ങളായി പൗലോസ് അമിതമായ ആഗ്രഹത്തോടെ ഇതിനെ അന്വേഷിക്കുന്നത്. He is following with his deepest desire, so that I want to know the power of resurrection. അതുകൊണ്ടാണ് പൗലോസ് അമിതമായ ആഗ്രഹത്തോടെ ദാഹത്തോടെ ഈ പുനരുത്ഥാന ശക്തിയെ അന്വേഷിക്കാൻ വേണ്ടി ഇതിന്റെ പുറകെ ആയിരിക്കുന്നത്. This is the power which is dwelling in us. This is the power making us holy. This is the power presenting us righteous before God. This is all the area where we explained yesterday. ഇന്നലെ നമ്മൾ പ്രസംഗിച്ച വിഷയം എന്ന് പറയുന്നത് ഈ പുനരുത്ഥാന ശക്തിയാണ് നമ്മളെ വിശുദ്ധിയോടെ ദൈവത്തിനു മുമ്പാകെ നിർത്തുന്നത്. ഇതാണ് നമ്മളെ നീതിമാന്മാരൊക്കെ നമ്മൾ ഇന്നലെ കേട്ടത്. Today we are going to focus more on the exceeding greatness of his power. ഇന്ന് നമ്മൾ അവന്റെ ഈ പുനരുത്ഥാന ശക്തിയുടെ അളവറ്റ ശക്തിയുടെ വലിപ്പത്തെ പറ്റി നമ്മൾ കേൾക്കാൻ പോകുന്നു. Why Paul is still thirsty for the power of resurrection? എന്തുകൊണ്ട് പൗലോസ് വീണ്ടും അമിതമായ ആഗ്രഹത്തോടെ ഈ പുനരുത്ഥാന ശക്തിയുടെ പുറകെ ആയിരിക്കുന്നു? In this power, ഈ ശക്തിയിൽ the exceeding greatness of God is revealed. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇതിന്റെ അകത്തുണ്ട്. In this power, ഈ ശക്തിയിൽ, or in the power of resurrection, ഈ പുനരുത്ഥാന ശക്തിയിൽ, the exceeding greatness of God is revealed. ദൈവത്തിന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം ഇതിന്റെ അകത്ത് വെളിപ്പെട്ടിട്ടുണ്ട്. If you ask me how great is our God, നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എത്രമാത്രം വലിയവനാണ് നമ്മുടെ ദൈവം എന്ന് ചോദിച്ചാൽ I will tell you. ഞാൻ നിങ്ങളോട് പറയും. If you study the resurrection and its power, then you will understand who is this God. ഈ പുനരുത്ഥാനവും ഈ പുനരുത്ഥാനത്തിന് പിന്നിൽ വ്യാപിച്ച ശക്തിയെ പറ്റി അറിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ദൈവം എത്രത്തോളം വലിയവനാണെന്ന്. When Saint Paul is writing to Ephesians, this was his desire. പൗലോസ് എഫേസ്യ സഭയ്ക്ക് എഴുതിയപ്പോഴും പൗലോസിന്റെ അകത്ത് വ്യാപരിച്ച ആഗ്രഹം ഇതായിരുന്നു. In Ephesians chapter 1 verse 18, എഫേസ്യ ലേഖനം 1:18, he is praying for the believers. അവൻ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. He was praying here in Ephesians chapter 1 verse 18, the eyes of the understanding being enlightened, you may know the hope of his calling and the riches of his glory in the inheritance in the saints. Then verse 19 goes like this, and what is the exceeding greatness of his power to us? നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതരം ഇന്നതെന്നും അവന്റെ ബലത്തിൻ വല്ലഭത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Hallelujah.
Verse 19. And what is the exceeding greatness of the power to us, power in us, power inward us, who believe according to the working of his mighty power. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Hallelujah. Hallelujah. The same power is explaining in Romans, same power is explaining in Ephesians, same power is explaining again in Philippians as well. ഇതേ ശക്തിയുടെ കാര്യമാണ് പൗലോസ് റോമാലേഖനത്തിലും എഫേസ്യ ലേഖനത്തിലും ഫിലിപ്പിയ ലേഖനത്തിലും പ്രത്യേകമായി പറയുന്നത്. Exceeding greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. So power of resurrection contains the exceeding greatness. പുനരുത്ഥാനത്തിന്റെ ശക്തിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്നത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമാണ്. Exceeding greatness. അളവറ്റ ശക്തി. Hallelujah. Exceeding greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. The greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. I'm going to repeat it again and again until you receive this. നിങ്ങൾ അത് പ്രാപിക്കുന്നിടം വരെ ഞാൻ അത് പിന്നെ ഞാൻ പറയാൻ പോവുകയാണ്. Greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. When Paul was writing to the Ephesians, പൗലോസ് എഫേസ്യർക്ക് ഈ ലേഖനം എഴുതിയപ്പോൾ this was his prayer. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിൽ വ്യാപരിച്ച പ്രാർത്ഥന. Every eyes of understanding being enlightened. ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിച്ചിട്ട് All of you must see എല്ലാവരും എന്നിട്ട് കാണണം. what power is waiting for you. എന്ത് ശക്തിയാ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്ന് കാണണം. Oh, the exceeding greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. Dear people of God, the exceeding greatness of his power is ready for us because the power of resurrection is dwelling in us. പ്രിയ ദൈവജനമേ, ഈ അളവറ്റ ശക്തിയുടെ വലിപ്പം നിങ്ങൾക്ക് വേണ്ടി ഇന്നുണ്ട്. കാരണം പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്നും നിങ്ങളുടെ അകത്തിരിക്കുന്നു. What contains the exceeding greatness of his power? എന്താണ് ഈ അളവറ്റ ശക്തിയുടെ വലിപ്പത്തിന്റെ അകത്തുള്ളത്? The riches of his glory. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ അകത്തുള്ളത് എന്താണ്? Riches of his glory. അവന്റെ മഹത്വത്തിന്റെ ധനമാണ് അതിന്റെ അകത്തുള്ളത്. Riches of his glory is there in the power of resurrection. അവന്റെ മഹത്വത്തിന്റെ ധനം അതിന്റെ അകത്തുണ്ട്. ഈ അളവറ്റ ശക്തിയുടെ വലിപ്പത്തിന്റെ അകത്തുണ്ട്. പുനരുത്ഥാനത്തിന്റെ ശക്തിക്കകത്ത് ദൈവത്തിന്റെ മഹിമാധനമുണ്ട്. Hallelujah. Hallelujah. In the power of resurrection, there you can see the riches of his glory. ഈ പുനരുത്ഥാന ശക്തിക്കകത്ത് ഈ അവകാശത്തിന്റെ മഹിമാധനമുണ്ട്. Riches of his glory means what? അവകാശത്തിന്റെ മഹിമാധനം എന്ന് വെച്ചാൽ എന്താണ്? Riches of his glory. അവകാശത്തിന്റെ മഹിമാധനം എന്ന് വെച്ചാൽ Glory means മഹത്വം എന്ന് വെച്ചാൽ what God is, that is his glory. എന്താണ് ദൈവമായിരിക്കുന്നത് അതാണ് ദൈവത്തിന്റെ മഹത്വം. Riches of his glory means what? മഹിമാധനം എന്ന് വെച്ചാൽ എന്താണ്? That's something else where we cannot digest with our intellectual capacity. നമ്മുടെ ഈ ജ്ഞാനം കൊണ്ട് ഒരിക്കലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒന്നാണ് ഈ അവകാശത്തിന്റെ That's മഹിമാധനം. beyond our limits. നമ്മുടെ പരിധിക്ക് അപ്പുറമാണത്. Riches of his glory അവകാശത്തിന്റെ മഹിമാധനം is revealed. അത് വെളിപ്പെട്ടു വന്നത് is revealed in the power of resurrection. അത് പുനരുത്ഥാന ശക്തിക്കകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. Hallelujah. So when you are receiving the power of resurrection, നമ്മൾ ഈ പുനരുത്ഥാന ശക്തിയെ നിങ്ങൾ പ്രാപിക്കുമ്പോൾ you are operating the riches of his glory. നമ്മൾ അവകാശത്തിന്റെ മഹിമാധനത്തിനെ പ്രവർത്തിപ്പിക്കുക ചെയ്യുന്നത്. You are operating. നമ്മൾ അതിനെ പ്രവർത്തിപ്പിക്കുകയാണ്. You are operating. നമ്മൾ അതിനെ ഉപയോഗിക്കുകയാണ്. The riches of his glory. അവന്റെ അവകാശത്തിന്റെ മഹിമാധനത്തെ. Hallelujah. Hallelujah. Why I am excited to preach this, you know? എന്തുകൊണ്ട് ഞാൻ ഇത് പ്രസംഗിക്കാൻ ഒത്തിരി ആവേശഭരിതനായിരിക്കുന്നു? There is no other reason, because the riches of his power is not in heaven now but in us now. വേറൊരു കാരണമില്ല. ഈ അവകാശത്തിന്റെ മഹിമാധനം ഇന്ന് സ്വർഗ്ഗത്തിലല്ല ഇരിക്കുന്നത്, ഇന്ന് നമ്മളിലാണ് ഇരിക്കുന്നത്. Yes, that's what we read here. അതാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. What the exceeding greatness of his power അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത് to usward who believe. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നു. Yeah, it is for us. അത് നമുക്ക് വേണ്ടിയാണ്. Hallelujah. Hallelujah. Exceeding greatness of his power is there in the power of resurrection. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം പുനരുത്ഥാന ശക്തിക്കകത്തുണ്ട്. And the riches of this glory is there in the resurrection. അവകാശത്തിന്റെ മഹിമാധനം ഈ പുനരുത്ഥാന ശക്തിക്കകത്തുണ്ട്. Riches of his glory is there in the power of resurrection. അവകാശത്തിന്റെ മഹിമാധനം ഈ പുനരുത്ഥാന ശക്തിക്കകത്തുണ്ട്. And these three things ഈ മൂന്ന് കാര്യങ്ങളും is dwelling in you.
ഇത് നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നു. Is working for us. നമുക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നു. Is moving for us. നമുക്ക് വേണ്ടി ചലിക്കുന്നു. Hey, come on tonight. ഇന്ന് രാത്രിയിൽ The riches of his glory. അവകാശത്തിന്റെ മഹിമാധനം. Come on, the riches of his glory. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. Everybody repeat after me. The riches of his glory. എല്ലാവരും പറയട്ടെ, അവകാശത്തിന്റെ മഹിമാധനം. The greatness, exceeding greatness of his power. ശക്തിയുടെ അളവറ്റ വലിപ്പം. And the power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. Come on, repeat after me. The power of resurrection. എന്റെ കൂടെ പറയട്ടെ, പുനരുത്ഥാനത്തിന്റെ ശക്തി. Exceeding greatness of his power. ശക്തിയുടെ അളവറ്റ വലിപ്പം. And again, the riches of his glory. അവന്റെ അവകാശത്തിന്റെ മഹിമാധനം Is in me. അത് എന്റെ അകത്തുണ്ട്. Through the power of resurrection. പുനരുത്ഥാന ശക്തിക്ക് അകത്തൂടെ ഇത് എന്റെ അകത്തുണ്ട്. Oh, hallelujah. Hallelujah. Let me explain like this so it will be very simple to get you. ഞാൻ ഇത് കുറച്ചും കൂടെ വിശദീകരിക്കട്ടെ. Hallelujah. Hallelujah. So the power of resurrection contains, പുനരുത്ഥാന ശക്തിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ or the power of resurrection carry, പുനരുത്ഥാന ശക്തി വഹിച്ചുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് greatness of his power, ഒന്ന് ശക്തിയുടെ അളവറ്റ വലിപ്പം, riches of his glory. രണ്ട് അവകാശത്തിന്റെ മഹിമാധനം. Say it again. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, പുനരുത്ഥാന ശക്തിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, രണ്ട് അവന്റെ അവകാശത്തിന്റെ മഹിമാധനം. Hallelujah. Hallelujah. So when you are hearing the power of resurrection, നമ്മൾ ഈ പുനരുത്ഥാന ശക്തിയെ പറ്റി കേൾക്കുമ്പോൾ you should expect this. നിങ്ങൾ ഇത് എപ്പോഴും പ്രതീക്ഷിക്കണം. The riches of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ പറ്റി The പ്രതീക്ഷിക്കണം. exceeding greatness of his power. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പത്തെ പറ്റി പ്രതീക്ഷിക്കണം. And at the same time the riches of his glory. ഒരേ സമയത്ത് തന്നെ അവകാശത്തിന്റെ മഹിമാധനം കൂടെ The പ്രതീക്ഷിക്കണം. riches of his glory in one hand, അവകാശത്തിന്റെ മഹിമാധനം ഒരു വശത്ത്, in other hand the greatness of his power. മറ്റൊരു വശത്ത് അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. These two ഈ രണ്ട് കാര്യങ്ങളും ruling in us അത് നമ്മുടെ അകത്ത് വാഴുന്നു. through the power of resurrection. എങ്ങനെ? പുനരുത്ഥാന ശക്തിയിലൂടെ വാഴുന്നു. Hallelujah. 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 Say that. Hallelujah. 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 The moment when you realize this, ഏത് നിമിഷത്തിൽ നിങ്ങൾ അത് തിരിച്ചറിയുന്നു. for that realization only Paul is praying here for the Ephesians. ഇവിടെ എഫെസർക്ക് ലേഖനത്തിൽ പറയുന്നത് വിശ്വാസികൾ അങ്ങനെ ഒരു പ്രകാശനം ലഭിക്കണമെന്നാണ് He പ്രാർത്ഥിക്കുന്നത്. is not praying here to let the power come. ശക്തി വരുവാൻ വേണ്ടി അല്ല ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. Power is already there. ശക്തി അവിടെ ഓൾറെഡി ഉണ്ട്. But you need enlightenment to see. എന്നാൽ അത് കാണുവാൻ വേണ്ടി ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണമെന്ന് പറയുന്നു. Yes. Most of us even waiting for the power today. നമ്മളിൽ പലരും ഇപ്പോഴും നമ്മൾ ആ ശക്തിക്ക് വേണ്ടി If കാത്തിരിക്കുകയാണ്. power comes, ശക്തി വരികയാണെന്നുണ്ടെങ്കിൽ one day I will receive the power. ഒരു ദിവസം ഞാൻ ആ ശക്തി പ്രാപിക്കും. No, my dear friends, you have already received that power. അതിനുവേണ്ടി കാത്തിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഈ ശക്തി പ്രാപിച്ചു കഴിഞ്ഞവരാണ്. That power of resurrection is in you. ഈ പുനരുത്ഥാന ശക്തി നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. Greatness of his power is in you. അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം Riches of his glory is in you. അവന്റെ അവകാശ മഹിമാധനം നമ്മുടെ അകത്തുണ്ട്. Riches of his glory is in you. മഹത്വത്തിന്റെ ശക്തി നമ്മുടെ അകത്തുണ്ട്. Come on, release it. അതിനെ അഴിച്ചുവിടുക. Open your eyes and see. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചതൊന്ന് കാണുക. Is inward us. അത് നമ്മുടെ അകത്തുണ്ട്. Is in us. അത് നമ്മുടെ അകത്തുണ്ട്. അത് നമ്മുടെ അകത്തുണ്ട്. That's what we read here. അതാണ് നമ്മൾ വായിക്കുന്നത്. What the greatness, exceeding greatness of his power to us, word, who believe according to the working of his mighty power. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. You will be confusing, maybe you will get confusion by reading verse 19. Is it telling about the resurrection of Jesus? നിങ്ങൾ 19-ാം വാക്യം വായിക്കുമ്പോൾ Is it talking about the resurrection of Jesus? 19-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ചോദ്യം വരാം, ഇത് യേശുവിന്റെ പുനരുത്ഥാനത്തെ പറ്റിയാണോ പറയുന്നത്? Then please read verse 20. 20-ാം വാക്യം നിങ്ങൾ വായിക്കുക. അങ്ങനെ ഒരു സംശയം വരുന്നെങ്കിൽ Then you will get the connection. ആ ഒരു കണക്ഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കും. അത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ It's there in verse 20. അത് 20-ാം വാക്യത്തിലുണ്ട്. Yes. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച്. See? Hallelujah. In verse 19, it's explaining to us. Then Paul is presenting an example. Same way, this power revealed in Jesus. Then you can imagine, by seeing the life of Jesus, if you are watching and understanding what happened to Jesus when this power dwells,
you can imagine the same thing which will happen to you as well. 19-ാം വാക്യത്തിൽ പറയുന്നു, ഈ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തി Yeah. നമ്മുടെ അകത്തുണ്ട്. എന്നിട്ട് ഉദാഹരണ സഹിതം ഇവിടെ പൗലോസ് വിശദീകരിക്കുകയാണ്, യേശുവിൽ ഈ ശക്തി വ്യാപരിച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചെന്ന് നമുക്കറിയാമെങ്കിൽ അതിനേക്കാളിലൊക്കെ അപ്പുറമായിട്ട് ഈ ശക്തി നിങ്ങളുടെ അകത്തിരുന്ന് വ്യാപരിക്കുമ്പോൾ സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. Hallelujah. Today, if you are expecting if you are not in an expectation, please go through what happened to Jesus. നിങ്ങളൊരു പ്രതീക്ഷയോടെ ആയിരിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് നിങ്ങൾ നോക്കുക. Then you can imagine what will be happening into your life. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ ശക്തി നിങ്ങളിൽ വ്യാപരിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന്. What did happen to Jesus? എന്താണ് യേശുവിൽ സംഭവിച്ചത്? You can read in Malayalam. 20-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ Which he brought in Christ when he raised him from the dead and set him at his own right hand in the heavenly places. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും far above all principalities and powers and might and dominion and every name is that is named, not only this world but also in which is to come. സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിലും വിളിക്കപ്പെടുന്ന സകല നാമത്തിനും അത്യന്തം മീതെയിരുത്തുകയും. What made Jesus this? എന്താണ് യേശുവിനെ ഇപ്രകാരമാക്കി Power തീർത്തത്? of resurrection. ഈ പുനരുത്ഥാന ശക്തി. Hallelujah. Now Jesus is seated in the bosom of the Father. യേശു ഇന്ന് പിതാവിന്റെ മടിയിൽ ഇരിക്കുകയാണ്. In the right hand of the Father. പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. What made Jesus to sit there? എന്താണ് യേശുവിനെ അവിടെ ഇരുത്തുമാറാക്കിയത്? The power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. Verse 20. 20-ാം വാക്യം. Paul is showing an example. പൗലോസ് ഒരു ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നു. Then you can imagine what will happen when you receive that same power. നിങ്ങൾക്കൊന്ന് ഉദ്ദേശിക്കാം, അതേ ശക്തി നിങ്ങളുടെ അകത്ത് നിന്ന് വ്യാപരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. If that power can make Jesus above that every powers and principalities and above all dominion, that same power can make you above all powers and dominion and principalities. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും മീതെ യേശുവിനെ ഇരുത്തിയെങ്കിൽ നിങ്ങളെയും അതേ ശക്തി ഈ വാഴ്ചയ്ക്കും അധികാരത്തിനും എത്ര അധികമായി ഇരുത്തും. Hallelujah. 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 If you are fearing dominion, if you are fearing authority, principalities, powers of darkness, please, I request all of you to get into the power of resurrection today. വാഴ്ചകളെ അധികാരത്തെ എല്ലാം നിങ്ങൾ ഭയപ്പെടുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് നിങ്ങളോട് പറയട്ടെ, ഈ പുനരുത്ഥാന ശക്തിയെ പറ്റി ഇന്ന് നിങ്ങൾ അറിയുക. Maybe you are below, but this power will make you above. നിങ്ങൾ ഇന്ന് താഴെ തട്ടിലിരിക്കുന്ന വ്യക്തിയായിരിക്കും, എന്നാൽ ഇത് നിങ്ങളെ ഉയർത്തുന്ന ശക്തിയാണ്. Hallelujah. That's what we read here. അതാണ് നമ്മളിവിടെ വായിക്കുന്നത്. When he raised him from the dead and set him, Father set Jesus above all powers, all principalities, all dominion. Hallelujah. And upon every name which is named, not only in this world, come on, not only in this world, ഈ ലോകത്തിൽ മാത്രമുള്ള നാമത്തിനല്ല, not only in this world, ഈ ലോകത്തിൽ മാത്രമല്ല, but also in that which is to come. വരുവാനുള്ളതിലും. Hallelujah. So through receiving the power of resurrection, ഈ പുനരുത്ഥാന ശക്തിയെ പറ്റി നിങ്ങൾ പ്രാപിക്കുമ്പോൾ you will be victorious in this world, നിങ്ങൾ ഈ ലോകത്തിൽ ജയാളികളായി നടക്കും. and not only this world alone, ഈ ലോകത്തിൽ മാത്രമല്ല, the other world which you are expecting, വരുവാനുള്ള ലോകത്തിലും there also you are victorious through the power of resurrection. അവിടെയും ഈ പുനരുത്ഥാന ശക്തിയാൽ നിങ്ങൾ ജയാളികളായി നിങ്ങൾ നടക്കും. Hallelujah. Hallelujah. Don't underestimate this power. ഈ ശക്തിയെ നിങ്ങൾ ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യരുത്. ചെറുതായിട്ട് കണ്ടോണ്ടിരിക്കല്ലേ. Don't underestimate this power. This is beyond your thought. This is beyond our thought pattern. This is beyond our thinking. This is beyond our capacity. This is beyond our intellectual knowledge. നിങ്ങളുടെ ചിന്തയ്ക്കോ ചിന്താ രീതികൾക്കോ ഒക്കെ അപ്പുറമാണ് ഈ ശക്തി എന്ന് പറയുന്നത്. ഇതിനെ ഒരിക്കലും ചെറുതായി കാണരുത്. ഇത് അളവറ്റ ശക്തിയുടെ വലിപ്പമാണ്. Paul was explaining it from verse 19, 20, Ephesians chapter 1 verse 19. He was explaining the exceeding greatness of his power is ready for you, and the riches of his glory is ready for you. Exceeding greatness of his power is ready for you. And they were asking, what power you are talking about? We didn't see any exceeding greatness of the power. Then he is quoting the example of Jesus. Look unto Jesus.
See what did happen to Jesus. Then he is talking to us. It's the same thing. If Jesus made seated in the right hand of the Father, above all the powers, above all the principalities, above all the dominion, above all the powers, that same power is dwelling in you. Which means what? Hallelujah. You will be also seated in the same place where your Master, your Lord, your Savior is seated, because He has seated there with the power of resurrection. Now that same power is dwelling in you. Same power that is moving in you. Come on, people of God. Give a wonderful clap offering to the Lord and receive this message tonight. Oh, hallelujah. Come on. ഞാൻ ഇത്രയും പറഞ്ഞെല്ലാം പറയടാ. ഈ പുനരുത്ഥാന ശക്തിക്കകത്ത് ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ പറ്റി നമ്മൾ കേട്ടു. ഒന്ന്, അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. രണ്ട്, അവന്റെ അവകാശത്തിന് മഹിമാധനം. അവന്റെ അവകാശത്തിന് മഹിമാധനം ഉണ്ടെന്ന് നമ്മൾ കേട്ടു. എന്നിട്ടപ്പോൾ ഈ അപ്പോസ്തലന്മാർ ചോദിക്കുകയാണ്, ഞങ്ങൾ ഈ ശക്തിയെ പറ്റി നിങ്ങൾ കേട്ടില്ലല്ലോ, എങ്ങനെ ഈ ശക്തി നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും? എന്നെ ഈ പറയുന്നേ. അപ്പോൾ പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിനെ എന്നിട്ട് യേശുവിന്റെ വിശദീകരണം ഇവിടെ പറയുക, യേശുവിന്റെ ഉദാഹരണം ഇവിടെ വിശദീകരിച്ച് പറയുക. യേശുവിനെ പിതാവായ ദൈവം സ്വർഗത്തിലെ സകലത്തിനും മീതെ ഇരുത്തിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ഈ അങ്ങനെ ഇരുത്തിയത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. അങ്ങനെ ഇരുത്തിയത് പുനരുത്ഥാനത്തിന്റെ ശക്തിയാ. Hallelujah. Hallelujah. What made Jesus to sit there? എന്താണ് യേശുവിനെ അങ്ങനെ ഇരുത്തിയത്? The power of resurrection. പുനരുത്ഥാനത്തിന്റെ ശക്തി. Hallelujah. Hallelujah. Now Paul is turning to you. എന്നിട്ട് പൗലോസ് നിങ്ങളുടെ അടുക്കലേക്ക് വരികയാണ്. That same power, അതേ ശക്തി, is dwelling in you. നിങ്ങളുടെ അകത്തിരിക്കുന്നു. Come on somebody. Hey, that same power, അതേ ശക്തി, is dwelling in you. നമ്മുടെ അകത്തിരിക്കുന്നു. Oh, after receiving this power, what will be my position? See the position of Jesus today and understand where you are and where you will be. ആ ശക്തി പ്രാപിച്ചു കഴിഞ്ഞ് നിങ്ങൾ എന്നോട് ചോദിക്കുക, എങ്ങനെ ഇനി എന്താണ് എന്റെ സ്ഥാനം എന്ന് ചോദിക്കുമ്പോൾ, എവിടെയായിരിക്കുന്നു ചോദിക്കുമ്പോൾ, നിങ്ങൾ യേശുവിലേക്ക് നോക്കുക. യേശു ഇപ്പോൾ എവിടെയാണ് ഇരിക്കുന്നത്? അവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്. That is chapter 2. അതാണ് രണ്ടാം അധ്യായം എന്ന് പറയുന്നത്. Hello. That is chapter 2. അതാണ് രണ്ടാം അധ്യായം എന്ന് പറയുന്നത്. Chapter 2 begins. രണ്ടാം അധ്യായം തുടങ്ങുന്നത്. Ephesians chapter 2. എഫെസ്യർ രണ്ടാം അധ്യായം. Hallelujah. 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 You are seated. നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു. You are saved. നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Verse 8, you are saved. എട്ടാം വാക്യം, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. Hallelujah. Verse 10, you are created for good works. 10 സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. Verse 11, you are circumcised. 11 നിങ്ങൾ പരിച്ഛേദന ഏറ്റുകഴിഞ്ഞു. In verse 12, you got citizenship. 12 നിങ്ങൾക്ക് പൗരത്വം ലഭിച്ചു കഴിഞ്ഞു. Verse 13, you are called nearer. നിങ്ങൾ സമീപത്തായി കഴിഞ്ഞു. Verse 14, he is your peace. 11 അവൻ നമ്മുടെ സമാധാനം. Hallelujah. Verse 16, enmity is no longer there. 16 അധ്യായം ശത്രുത്വം ഇനി ഇല്ല. Hallelujah. Verse 18, division is not there. 18 വാക്യം പറയുന്നു, ഇനി അവിടെ ഒരു പക്ഷാഭേദമില്ല. ഇരുപക്ഷത്തെ ഒന്നാക്കി. Hallelujah. There is no division. ഇരുപക്ഷം ഇല്ല അവിടെ. Hallelujah. Verse 20, he became your cornerstone. 20 വാക്യം പറയുന്നു, അവൻ നമ്മുടെ അടിസ്ഥാനമായി. Verse 22, he is dwelling in you. 22 അവൻ നമ്മളിൽ വസിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ അത്ഭുതങ്ങൾ ഇന്ന് നടക്കുന്നു. Hallelujah. Hallelujah. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ബിജു ബ്രദറിന്റെ മേപ്പുക്കടയിലെ മീറ്റിങ്ങിന് ക്യാൻസറിന്റെ 4th സ്റ്റേജില് മരണാസന്നനായ ആ ചെറുപ്പക്കാരന് വേണ്ടി പ്രാർത്ഥിച്ചത് ഓർമ്മയുണ്ടോ? എത്ര പേര് അത് ഓർക്കുന്നുണ്ട്? യെസ്, ഓർക്കുന്നവർ ഇവിടെയുണ്ട്. ഹല്ലേലൂയ. ക്യാൻസർ മരണത്തിലേക്ക് കൊണ്ടുപോകാൻ മാടി വിളിച്ചുകൊണ്ടിരുന്ന ആ സഹോദരനെ പ്രാർത്ഥിക്കാൻ മേപ്പുക്കടയെ കൊണ്ടുവന്നത് ഓർമ്മയില്ലേ? ആ സഹോദരനെ യേശു സൗഖ്യമാക്കി. ഇന്ന് ജീവശവമായിട്ടല്ല വന്നിരിക്കുന്നത്. ഓടിവാടാ കൂട്ടാ സ്റ്റേജിലേക്ക്. ഹല്ലേലൂയ. നിങ്ങളൊന്ന് കണ്ടേ, ആ സഹോദരന്റെ സന്തോഷത്തെ ഒന്ന് കണ്ടേ. ഓടി വന്നേ മോനെ, ഓടി വന്നേ. ഹല്ലേലൂയ. ജീസസ് ക്യാൻസർ മരിച്ചു.
വ്യക്തി ജീവിച്ചു. കരമടിച്ചോ യേശുവിന് മഹത്വം കൊടുത്ത്. ബ്രദറെ, മേപ്പുക്കടയിലെ മീറ്റിങ്ങിന് അന്ന് വരുന്നത് ആര് പറഞ്ഞിട്ടായിരുന്നു? പറഞ്ഞിട്ടില്ല. എങ്ങനെയാ മേപ്പുക്കട നടക്കുന്ന മീറ്റിങ്ങിനെ കുറിച്ച് അറിഞ്ഞത്? പവർ വിഷനിലുണ്ടായിരുന്നു. പവർ വിഷൻ ടിവിയിലൂടെ ഗ്രേസ് കമ്മ്യൂണിറ്റിയിലെ ശുശ്രൂഷകൾ കണ്ട് അങ്ങനെ വരികയായിരുന്നു. ഈ വരുന്ന സമയത്ത് RCCയിലെ ട്രീറ്റ്മെന്റിലായിരുന്നോ? കിംസില്, തിരുവനന്തപുരം കിംസിലെ ട്രീറ്റ്മെന്റ് ആണ്. ക്യാൻസർ എവിടെയായിരുന്നു? ക്യാൻസർ ഇൻഡസ്റ്റൈനിലെ ക്യാൻസർ ആയിരുന്നു. ദഹനേന്ദ്രിയങ്ങളിലെ ക്യാൻസർ ആയിരുന്നു. എന്നാണ് അത് റെക്ടിഫൈ ചെയ്യുന്നത്? എന്നാണ് അത് ഡയഗ്നോസ് ചെയ്യുന്നത്? 2013 മെയ് മാസത്തിലാണ് ദഹനേന്ദ്രിയത്തിലെ ക്യാൻസർ തിരിച്ചറിയുന്നത്. അതിനുശേഷം അതിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ഈ മേപ്പുക്കടയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പം ഏത് സ്റ്റേജിലായിരുന്നു അതുണ്ടായിരുന്നത്? ഡോക്ടർ ചികിത്സിച്ച് കഴിഞ്ഞപ്പോൾ 4C ആയി, സ്റ്റേജ് 4th ക്യാൻസറിൻ്റെ. ശ്രദ്ധിച്ച് കേൾക്കണേ പ്രിയരെ, മേപ്പുക്കടയിലെ മീറ്റിങ്ങിന് ഈ സഹോദരൻ വരുമ്പോൾ ക്യാൻസറിൻ്റെ 4th സ്റ്റേജിൽ നിംസ് ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ജയപ്രകാശ് മാധവൻ ഡോക്ടറുടെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു നിംസ് ഹോസ്പിറ്റലിൽ. കിംസ് ഹോസ്പിറ്റലിൽ തിരുവനന്തപുരത്ത് അല്ലേ? നിംസ് ഇവിടെ നെയ്യാറ്റിൻകരയിൽ അല്ലേ? ഓക്കെ, നിംസിൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയിരുന്നു. അപ്പോൾ നിംസ് അതാ വന്നേ, കിംസ് ട്രിവാൻഡ്രത്ത്. ഓക്കെ, ഈ മേപ്പുക്കടയിലെ മീറ്റിങ്ങിൽ വന്ന് അന്ന് കർത്താവിൻ്റെ സ്പർശനം. ബ്രദറിന് വല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു? ഇല്ല, വചനം വന്ന ജീവൻ കേൾക്കാൻ വേണ്ടി വന്നതാണ്. ക്യാൻസർ സൗഖ്യമാകുമെന്നോ അങ്ങനെ യാതൊരു പ്രതീക്ഷയില്ല? ഇല്ല, ഡോക്ടർ പറഞ്ഞു ഇനി ഓക്കെ ആയി, തീർന്ന പരിപാടിയെന്ന് പറഞ്ഞു. പെട്ടി റെഡി, ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പം പോകാനെല്ലാം പാക്ക് ചെയ്ത് റെഡി ആയിരിക്കും. അപ്പം ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല, ഫിനിഷ്. ഡോക്ടർ പറഞ്ഞു ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. ഡോക്ടറുടെ ഇത് ഫിനിഷ് ആയെന്ന് ഡോക്ടർ പറഞ്ഞു. ഹല്ലേലൂയ. ബ്രദറെ, കുടുംബസ്ഥനാണോ? മാരീഡ് അല്ല, ബാച്ചിലറാ? സ്റ്റിൽ ബാച്ചിലർ. കീപ് ഇറ്റ് അപ്പ്. ഓക്കെ, ഓൾറൈറ്റ്. അപ്പോൾ അവിടെ വന്ന് വിശ്വാസത്താൽ ഈ സൗഖ്യത്തെ സ്വീകരിച്ച ശേഷം എന്നാണ് മെഡിക്കൽ ചെക്കപ്പിന് പിന്നെ വിധേയമാകുന്നത്? കംപ്ലീറ്റ്ലി ക്യൂർഡ്. കരമടിച്ച് യേശുവിനൊന്ന് മഹത്വം കൊടുത്താൽ. നിങ്ങൾക്ക് സന്ദർശിക്കുക www.gracecommunityglobal.com.